ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടി ഒരു മുട്ട ഉണ്ടെങ്കിൽ എത്ര പൊടി എടുത്താലും ഒരു മുട്ട മതി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മാവ് കോരി ഒഴിച്ച് ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് രാവിലെ ഏത് നേരത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എത്ര മാവാണെങ്കിലും നമുക്ക് ഒരു മുട്ട മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം. ഞാനൊരു വെറൈറ്റി മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ആലു പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മസാല മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. കണ്ടല്ലോ, ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു 1.5 സവാളയും ഒരു തക്കാളി 2 പച്ചമുളകുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതുകൂടി ഇട്ടിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടെടുക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെന്ന് വെച്ചാൽ 4 എണ്ണം എടുക്കണം കേട്ടോ. ഞാൻ 3 കപ്പ് പൊടിക്കാണ്. അപ്പോൾ ഈ മസാല നമുക്ക് കറക്റ്റാണ് കേട്ടോ 3 കപ്പ് പൊടിക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഈ വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുതാണെച്ചാൽ 4 എണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്നും പറ്റില്ല. നമ്മളിത് മസാല ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ചോപ്പറിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ പൊടി ഇട്ടെടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ നമ്മളെ ഗരം മസാല പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം. ഇങ്ങനെ നിങ്ങൾ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാല ഉണ്ടാക്കി നോക്കണേ. ആലു പൊറോട്ടയ്ക്ക് എന്നും ഒരുപോലെ ഉണ്ടാക്കണം. മസാല മാറ്റി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ മസാല ഉണ്ടാക്കിയിട്ടുണ്ടാവും. എങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കുന്ന മസാല അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കോരി ഒഴിച്ചുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 മിനിറ്റൊക്കെ നമുക്ക് ഇതിലേക്ക് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതാ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഈ മല്ലിയില കൂടി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാറട്ടെ. നല്ല ചൂട് വേണ്ട. അപ്പോൾ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലൊരു ബൗളിലാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത്. അപ്പോൾ ഇതിന് 1.5 കപ്പ് ബൗളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കപ്പിൽ ഇളന്നെടുക്കരുതെന്ന് വെച്ചാൽ 250 ml കപ്പിന് 3 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ അളന്നെടുത്തിക്കുകയാണ്. അപ്പോൾ കപ്പാണെന്ന് വെച്ചാൽ 3 കപ്പാണ്. എന്നിട്ട് ഇതാ വെള്ളം നമുക്ക് കറക്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ബൗളിന് 1 ബൗൾ വെള്ളം. ഇനി ഇതാ 1 മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എത്ര പൊടി എടുക്കുകയാണെന്ന് വെച്ചാലും 1 മുട്ട മതി. അപ്പോൾ ഇതാ 2ാമത്തെ ബൗളും വെള്ളം എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നിറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് ആദ്യം മിക്സാക്കി എടുക്കുക. കട്ടകളില്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ 3 കപ്പ് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഇതിപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളമാണ് ഇതിലെടുത്തിട്ടുള്ളത്. 1.5 കപ്പ് 1.5 ബൗൾ പൊടി എടുക്കുമ്പോൾ 2 ബൗൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കണം.
അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കുക കേട്ടോ. വിസ്ക് വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ ഉടച്ചെടുക്കുക. നമ്മൾ ആദ്യം തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടകൾ കെട്ടും. ഞാനിത് വെറും ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ട, മൈദ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതെല്ലാം രണ്ടും സെയിം ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഹെൽത്തിയാണ്, നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ മൈദ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി തന്നെ എടുക്കാം. കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇങ്ങനെ മതി. അപ്പോൾ അതാ കറക്റ്റ് 2 പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എത്ര നമുക്ക് കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇത് വേഗത്തിൽ മെലിഞ്ഞ് വരും. മെലിഞ്ഞ് വന്ന ബൈക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിലാണല്ലോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് വീണ്ടും തിരിച്ചിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഫില്ലിങ് കൂടുതലൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം നമ്മൾ കനം കുറച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫില്ലിങ് കൂടുതലായി പോകും. അപ്പോൾ അത്രയും കൂടുതൽ വെച്ച് കൊടുക്കണ്ട. നമുക്ക് ഈ മാവിന് കറക്റ്റായിട്ട് ഈ ഫില്ലിങ് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ളത്, എന്നാലും അത്യാവശ്യം വേണേനും എന്നാൽ കൂടുതൽ നല്ല തിക്കിൽ വെക്കും വേണ്ട. അപ്പോൾ അതാ അതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കൂടെ നമ്മൾ ഈ മാവന്നെ ഗോതമ്പ് മാവുണ്ടല്ലോ അതൊരു സ്പൂണിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടിത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യരുതിട്ട, കൈ പൊള്ളുന്നുണ്ടെങ്കിൽ ഞാനിത് എപ്പോഴും ചെയ്തത് കൊണ്ട് എനിക്ക് അത്ര ഇതില്ല. അപ്പോൾ നിങ്ങൾ കൈ വെച്ച് ചെയ്യരുത്. ഇതുപോലെ ഒരു താവി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിയിരിക്കും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മേലെ 2 സൈഡിലും എണ്ണ തൂവി കൊടുക്കുക. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം തൂവി കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനൊന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെയ്യായാലും കുഴപ്പമില്ല, ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിത് എണ്ണയാണ് കേട്ടോ, ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് തൂവി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 പുറം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു രുചിയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആലു പൊറോട്ട ചോദിക്കുമ്പോൾ കുഴയ്ക്കാനും പരത്താനും റസ്റ്റ് ചെയ്യാനും ഒന്നും വെക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഏത് നേരത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ പുറത്തും നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആലു അല്ലാണ്ട് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടും ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലേ, നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ 2 പുറമൊന്ന് മുരിഞ്ഞ് വരും കേട്ടോ. മുരിഞ്ഞ് വന്നാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇത് ഒരെണ്ണം ഒരു കത്തി വെച്ചിട്ട് 2 പീസാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. എൻ്റെ മോള് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ അവൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും തന്നെ ബാക്കി വെക്കാണ്ട് കഴിക്കും. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാതും നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. പരത്തിയെടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് 6-7 പേർക്ക് നല്ല വയറിന് നിറച്ച് കഴിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആൾ കുറവാണെന്ന് വെച്ചാൽ മാവും ഇതൊക്കെ കുറച്ചെടുത്താൽ മതി. ഇവിടെ ഞങ്ങൾ 6-7 പേരുണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും 5 പേരേ ഉള്ളൂ, പക്ഷേ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടുകൊണ്ട് രാവിലെ കഴിക്കാനും ഒക്കെ ആയതുകൊണ്ട് നമുക്കിത് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും മാവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ മാവ് വെച്ച് കൊടുക്കേണ്ടത്. അതല്ല ആദ്യം തന്നെ നമ്മളിതിൽ മാവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കേണ്ട വെച്ചാൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഒന്ന് വെന്ത് കിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ആദ്യം അപ്പം ആക്കിയെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ എണ്ണ തൂവി കൊടുക്കുക. രണ്ട് പുറം മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിപ്പിക്കണേ. അപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ആലു പൊറോട്ട ആലു ആക്കിയിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അതേപോലെ നല്ല രുചിയാണ് ഇതിലുള്ള മസാല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.